ഇപ്പം മമ്മൂക്ക, മോഹൻലാല്, ദിലീപ്, ജയറാമൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടല്ലോ മലയാളത്തിൽ. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ മമ്മൂക്കാടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു 5 വർഷം കഴിഞ്ഞ് ചെയ്യാൻ ഒരു സിനിമ എന്നുവെച്ചാൽ 5 വർഷം വരെ പുള്ളി കമ്മിറ്റ്മെന്റ് ആണ്. 5 വർഷം. ലാലേട്ടൻ്റെ അടുത്ത് ചെന്നാലും അത് തന്നെ അവസ്ഥ. ഏത് വലിയ ആർട്ടിസ്റ്റിൻ്റെ അടുത്താലും അത് തന്നെ അവസ്ഥ. അപ്പോൾ അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ആലോചിക്കാൻ നമുക്കെന്നാ പറയുള്ളൂ. ചെയ്യാമെന്ന് ഒരു മെയിൻ ആർട്ടിസ്റ്റുകൾ പറയില്ല. അപ്പൊ നമ്മൾക്കൊരു പടം ചെയ്യണം എന്ന് തോന്നുന്ന ഒരാൾക്ക് പുതുമുഖങ്ങളെ അല്ലാതെ വച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഉരുൾ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് സിനിമ ചെയ്യുമ്പോൾ അതിനൊരു കാലഘട്ടത്തിൽ ചെയ്താലേ അത് ആളുകൾ ശ്രദ്ധിക്കപ്പെടുള്ളൂ. ഇപ്പൊ വയനാട് ഒരു വലിയ ദുരന്തം വന്നപ്പോൾ ഉരുളെന്നുള്ള എൻ്റെ കയ്യിൽ കഥ കിട്ടിയിട്ട് ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷം മുമ്പാണ് ഈ കഥ കിട്ടുന്നത്. അപ്പോൾ മുതൽ ഞങ്ങൾ ഏതാണ്ട് ഒരു 5-6 മാസം കൊണ്ട് തിരക്കഥയായി. പക്ഷെ കഴിഞ്ഞ വർഷം മഴക്കാലത്ത് ചെയ്യാന്ന് വെച്ചു, അത് അന്ന് ഞങ്ങൾ ചെയ്തില്ല. ഈ വർഷവും ഞങ്ങൾ ചെയ്യാൻ തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ വേറൊരു കഥയാക്കി മാറി നിൽക്കുമ്പോഴാണ് വയനാട് ദുരന്തം നടന്നത്. അപ്പോൾ വയനാട് ദുരന്തം നടന്നപ്പോഴാണ് ഞാനതിലൂടെ പ്രസംഗിച്ചല്ലോ. അപ്പൊ നമ്മുടെ പ്രൊഡ്യൂസറെ എന്നോട് വിളിക്കുകയാണെങ്കിൽ അന്ന് പറഞ്ഞ കഥ നമുക്ക് ചെയ്യാം, പുള്ളി ചെയ്യാനുള്ളതാണ് ആദ്യം പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ചെയ്യാം, അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് പറ്റിയ ഒരു കഥയാണ് എന്ന് പറഞ്ഞിട്ട് അത് തുടങ്ങിയത്. അപ്പോൾ നമ്മളൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഒരിക്കലും ആർട്ടിസ്റ്റിനെ വെച്ച് നമുക്ക് പടം ചെയ്യാൻ പറ്റില്ല. പുതുമുഖങ്ങളെ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 2 വർഷം 3 വർഷം അല്ലാതെ ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടില്ല. അവരൊക്കെ അഡ്വാൻസ് മേടിച്ച് കമ്മിറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ അതാണ് പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുന്നത്. പിന്നെ പുതുമുഖമായാലും പഴയ മുഖമായാലും പൈസ കിട്ടാനുള്ളതാണ്, കിട്ടും, പോകാനുള്ളതാണ് പോകും. അതാണ് സിനിമ. സിനിമ ഒരു ഗാംബ്ലിംഗ് തന്നെയാണ്. ഇന്ന് തുടങ്ങിയതല്ലത്. സിനിമ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ സിനിമയിൽ ഒരു ഗാംബ്ലിംഗ് ഉണ്ട്, ഒരു ചൂതുകളി തന്നെയാണ് സിനിമ. നമുക്കറിയാം, നമ്മുടെ ആദ്യത്തെ സിനിമ ഇതായി ജെസ്സി ഡാനിയൽ. അദ്ദേഹത്തിന്റെ 100 കണക്കിന് ഏക്കർ തെങ്ങുതോപ്പ് വിറ്റിട്ടാണ് ആ പടം തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ അവസ്ഥ നമ്മളൊരു സിനിമയോട് കണ്ടതല്ലേ. അവസാനം അദ്ദേഹം മരിച്ചതുവരെയുമുള്ള ഒരു കഥ കാണിച്ചു. സത്യം പറഞ്ഞാൽ ആ കഥ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് എന്റെ കണ്ണ് നിറഞ്ഞു. കാരണം എനിക്കൊക്കെ അനുഭവമുള്ള ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിലുണ്ടായിരുന്നു. ഒരു പ്രൊഡ്യൂസറുടെ വിഷമം മനസ്സിലായി. അപ്പൊ അതൊരു ഗാംബ്ലിംഗ് തന്നെയാണ്. അതിപ്പോ സൂപ്പർ സ്റ്റാറിനെ വെച്ച് ചെയ്തോണ്ട് ഇന്ത്യൻ 2 നമ്മൾ ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടല്ല, അത് പ്രതീക്ഷിതമായി കൂടിയില്ല. അങ്ങനെ കൂടണ പടങ്ങളുമുണ്ട്, കൂടാത്ത പടങ്ങളുമുണ്ട്. അപ്പൊ സൂപ്പർ സ്റ്റാർ വന്നത് കൊണ്ട് സിനിമ ഹിറ്റാവണമെന്ന് ഒരു നിർബന്ധമില്ല.